നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എൽജിയുടെ കൺവെർട്ടിബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ റെഫ്രിജറേറ്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗും ചെറിയൊരു റിവ്യൂ വീഡിയോയും കൂടി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്റെ ബാക്കിൽ കാണുന്ന ഫ്രിഡ്ജ് തന്നെയാണ്, നമ്മുടെ വീട്ടിലോട്ട് തന്നെ മേടിച്ച ഫ്രിഡ്ജാണ്. അപ്പൊ നമുക്ക് ഈ ഫ്രിഡ്ജ് അൺബോക്സിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഫ്രിഡ്ജ് ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മളെ കിച്ചണിലോട്ട് മാറ്റിയിട്ടാണ് ഈ ഫ്രിഡ്ജ് വെക്കേണ്ടത്. ഈ കാണുന്ന ഒരു ഏരിയയിലോട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ട്. അപ്പൊ അതൊന്ന് പിടിച്ച് കൊണ്ടുവരട്ടെ. ഫ്രിഡ്ജിനെ കിച്ചണിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അതിന് മുന്നായിട്ട് ചെറിയൊരു കാര്യം പറയാം. ഇത് എൽജിയുടെ 260 ലിറ്ററിന്റെ ഒരു ഫ്രിഡ്ജാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇത് എൽജിയുടെ 260 ലിറ്റർ സെഗ്മെന്റിൽ പെടുന്ന ഒരു ഫ്രിഡ്ജാണ്. അതുപോലെ തന്നെ ഇതിന്റെ യഥാർത്ഥ വില, എല്ലാ ടാക്സുകളും അടക്കമുള്ള വില 30,190 രൂപയാണ്. നമ്മളിത് വാങ്ങിച്ചത് തിരൂര് കണ്ണങ്കണ്ടി എന്ന് പറഞ്ഞ ഷോറൂമിൽ നിന്നാണ്. അവിടുത്തെ വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,990 രൂപയാണ് നമുക്കിതിനു വേണ്ടി ചിലവായത്, ഈ ഫ്രിഡ്ജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓൺലൈനിലും അതുപോലെ തന്നെ മറ്റുള്ള ഷോപ്പിനേക്കാളും എല്ലാം ഇച്ചിരി വില കുറവ് അവിടെ ഉണ്ട്. കണ്ണങ്കണ്ടി എന്ന ഷോറൂമിലുണ്ട്. തിരൂര് കണ്ണങ്കണ്ടിയിൽ നിന്നാണ് നമ്മൾ ഈ റെഫ്രിജറേറ്റർ വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പൊ ഇനി ഗൈസ്, ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. നമ്മളൊരു ടെക്നീഷ്യൻ ആണെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഫ്രിഡ്ജ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ തുടങ്ങാം. കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കളർ ഫ്രിഡ്ജാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ഗ്രേ കളർ എൽജിയുടെ ഫ്രിഡ്ജാണ്, ഇൻവെർട്ടർ ഫ്രിഡ്ജാണ്. അതുപോലെ തന്നെ ഇതൊരു കൺവെർട്ടിബിൾ ആയിട്ടുള്ള കൺവെർട്ടിബിൾ ടെക്നോളജി അടങ്ങിയ ഒരു ഫ്രിഡ്ജും കൂടിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തുറക്കണമെങ്കിൽ അടിയിൽ തെർമോകോൾ കൂടി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി മാറ്റി എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ താഴെയുള്ള തെർമോകോൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജ് സെലക്ട് ചെയ്യാൻ, എൽജിയുടെ ഈ ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലത്തെ സാംസങ്, വേൾപൂള്, അതുപോലെ തന്നെ എൽജി, ഈ 3 ബ്രാൻഡിന്റെ ഫ്രിഡ്ജുകളാണ് നമ്മൾ ഷോറൂമിൽ പോയി നോക്കിയിട്ടുള്ളത്. അപ്പൊ ആ നോക്കിയതിൽ വെച്ചിട്ട് എനിക്ക് എന്റെ ഒരു മനസ്സിന് തൃപ്തി തോന്നിയത് എൽജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു 2 ബ്രാൻഡിനെ അപേക്ഷിച്ച് എനിക്ക് കുറച്ച് നല്ലതായിട്ട്, ബിൽഡ് ക്വാളിറ്റി എല്ലാം കുറച്ച് നല്ലതായിട്ട് എൽജിയുടെ ആണ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ എൽജി സെലക്ട് ചെയ്തത്. മറ്റുള്ളവ മോശമാണെന്ന് പറയുന്നില്ല, എന്റെ ഒരു മനസ്സിന് തൃപ്തി തോന്നിയ കാരണം കൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. ആ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്കിനി ഫ്രിഡ്ജിന്റെ ഈ ഒരു കവറിംഗ് എല്ലാം പൊളിച്ചതിന് ശേഷം ഫ്രിഡ്ജിന്റെ അകം എല്ലാം ഒന്ന് നോക്കാം. അതുപോലെ തന്നെ കൺവെർട്ടിബിൾ ടെക്നോളജിയെ കുറിച്ചുള്ള കാര്യങ്ങളും പറയാം. ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറാണ് തുറന്നത്. ഫ്രീസർ തുറന്നപ്പോൾ തന്നെ കൺവെർട്ടിബിൾ എന്ന് എഴുതി വെച്ചത് കാണാൻ സാധിക്കും. ഈ കൺവെർട്ടിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറിനെയും ഫ്രിഡ്ജാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ അതുപോലെ തന്നെ സാധാ ഫ്രിഡ്ജിൻ്റെ അതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസായ ഫ്രീസറും ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കൺവെർട്ടിബിളിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഈ കൺവെർട്ടിബിൾ എന്ന് എഴുതി കാണിച്ചിരിക്കുന്ന ഒരു പാനൽ കാണാൻ സാധിക്കും. ഇതിൽ കോൾഡസ്റ്റ്, കൺവെർട്ടിബിൾ, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീസറിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഫ്രീസറിനെ നമുക്ക് ഫ്രിഡ്ജാക്കി മാറ്റാൻ പറ്റുന്ന ടെക്നോളജിയാണത്. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കുറച്ചധികം കൂടുതൽ സാധനങ്ങൾ വെക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഈ കൺവെർട്ടബിൾ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനെയും ഫ്രിഡ്ജാക്കിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ളത് വാറൻറ്റി കാർഡാണ്. ഇത് നമ്മൾ ശരിയായ രീതിയിൽ സൂക്ഷിച്ചു വെക്കുക. ഫ്രിഡ്ജിന് ഭാവിയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഇത് കാണാണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് വെജിറ്റബിൾ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയേക്കാം. സ്റ്റിക്കേഴ്സ് എല്ലാം വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾ ബോക്സ് തുറന്നു നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഡിഷ് വാഷറിൻ്റെ ഒരു ബ്രോഷറാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ആഡിന് വേണ്ടിയിട്ട് വെക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ എഗ് ട്രേ ആണ്. എഗ് ട്രേ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ ഡോർ ട്രേയിൽ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് വെജിറ്റബിൾസ് എല്ലാം വെജിറ്റബിൾ ബോക്സിൽ വെച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക്, എത്രയും പെട്ടെന്ന് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഫ്രിഡ്ജിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്, എത്രത്തോളം സ്പേഷ്യസ് ആണെന്ന്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾവശം നിങ്ങൾ ഏകദേശം കണ്ടല്ലോ, അത്യാവശ്യം സ്പേഷ്യസ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ പിറകുവശത്തൊന്ന് നോക്കിയേക്കാം. പിറകുവശത്ത് ഈ കാണുന്ന ഒരു ബോക്സ് പോലെ കാണുന്നതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇൻവെർട്ടറിൻ്റെ ഇലക്ട്രോണിക്സ് ബോർഡെല്ലാം ഇരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം സാധാ ഫ്രിഡ്ജ് പോലെ തന്നെയാണ്. അപ്പോൾ പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓണാക്കി നോക്കിയേക്കാം. ഓൺ ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുവച്ച് വന്നതിന് ശേഷം ഏകദേശം മിനിമം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുകയാണ്. നമ്മൾ ഫ്രിഡ്ജ് പ്ലഗ് ഇൻ ചെയ്തു. ഇനി സ്വിച്ച് ഇടാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ ഓൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. അതായത് കംപ്രസർ ഓൺ ആവാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ലൈറ്റ് എല്ലാം ഓൺ ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഓൺ ആവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റിൻ്റെ അടുത്ത് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫാനെല്ലാം വർക്ക് ചെയ്ത് തുടങ്ങി, കംപ്രസറെല്ലാം ഓൺ ആയിട്ടുണ്ട്. 1 മിനിറ്റിൻ്റെ എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. ഇച്ചിരി സമയം എടുക്കും, ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾവശമെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ കൺവെർട്ടബിൾ ടെക്നോളജിയും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. കൂടാതെ നമ്മളിങ്ങനെ ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്യാനുള്ളതിൻ്റെ മറ്റൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രിഡ്ജിന്, അതായത് നമ്മൾ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ ഈ കിച്ചണിനകത്ത് ഒതുങ്ങുന്ന അധികം വലിപ്പമില്ലാത്ത ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വേണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതനുസരിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഈ LGയുടെ ഫ്രിഡ്ജ് ആവശ്യത്തിലധികം വലിയൊരു വലിപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്തത്. ചില ഫ്രിഡ്ജുകളെല്ലാം നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ഒരു കിച്ചണിനകത്ത് മാച്ച് ആവാത്ത തരത്തിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ചെറിയ കിച്ചണൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഈ ഫ്രിഡ്ജ് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വലുതുള്ളവർക്കും ഇത് സെലക്ട് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടല്ല. പിന്നെ ഗൈസ്, മറ്റൊരു കാര്യം, നമ്മുടെ നോർമലി വരുന്ന ഫ്രിഡ്ജുകൾക്കെല്ലാം ഇതുപോലെ ലോക്ക് ഉണ്ടായിരിക്കില്ല. ഈ ലോക്ക് ഞാൻ LG ഫ്രിഡ്ജുകൾക്കാണ് ഇപ്പോൾ കണ്ടത്. മറ്റുള്ള ഫ്രിഡ്ജുകൾക്കെല്ലാം നല്ല ഡിസൈൻഡ് ഡോറെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ LG ഫ്രിഡ്ജുകൾക്കാണ് ഞാൻ ലോക്ക് കണ്ടത്. ഈ ലോക്കുള്ളതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വാ. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ബീഡിംഗ് എല്ലാം ഉണ്ടല്ലോ, ഈ ബീഡിംഗ് എല്ലാം ഒരുപാട് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഡാമേജ് വരും. അങ്ങനെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ഉപകാരപ്രദമായിരിക്കും. ഇങ്ങനെ ലോക്ക്, ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡോറിൻ്റെ ബീഡിങ് കേടായി കഴിഞ്ഞാൽ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വാങ്ങിയ രൂപത്തിൽ തന്നെ ഇത് ബഡായിട്ടിരിക്കും ഡോറ്. കാര്യമെല്ലാം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വീടുകളിൽ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതുപോലുള്ള കംപ്ലയിൻറ്റുകളെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കംപ്ലയിൻറ്റുകൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രിഡ്ജിൻ്റെ വാറൻറ്റി 10 വർഷമാണ്. 10 ഇയർ കംപ്രസർ വാറൻറ്റിയാണ്. അത് പൊതുവെ എല്ലാ ഫ്രിഡ്ജുകൾക്കും അതുപോലെ തന്നെയാണ്. എല്ലാ ഫ്രിഡ്ജുകളുടെയും കംപ്രസറിന് 10 വർഷം ഉണ്ടായിരിക്കും, ഇൻവെർട്ടർ കംപ്രസറുകൾക്ക്. അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ മറ്റുള്ള പാർട്സിൻ്റെ വാറൻറ്റികളെല്ലാം 1 വർഷമാണ്. അതായത് ഫ്രിഡ്ജിൻ്റെ PCB ബോർഡ്, ബാക്കിയുള്ള മറ്റുള്ള എന്ത് കാര്യത്തിനും 1 വർഷമാണ് ഗ്യാരണ്ടി ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഷോപ്പുകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നവർക്കും ലഭ്യമാണ്. എക്സ്ട്രാ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു കണക്കിന് ഇപ്പോൾ ഇറങ്ങുന്ന ഇൻവെർട്ടർ ഫ്രിഡ്ജുകളെല്ലാം അപേക്ഷിച്ചിട്ട് ഒരു കണക്കിന് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നതെല്ലാം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജിനെ പറ്റിയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ചെറിയൊരു ഒതുക്കമുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രിഡ്ജ് വാങ്ങിയത്. അതുപോലെ തന്നെ ഈ ചെറിയ ഫ്രിഡ്ജാണെന്ന് വെച്ചിട്ട് മറ്റുള്ള ഫ്രിഡ്ജുകളെ അപേക്ഷിച്ചിട്ട് സ്പേസ് കുറവൊന്നുമല്ല. എല്ലാ ഫ്രിഡ്ജുകളെയും പോലെ തന്നെ ഈ ഫ്രിഡ്ജിനും 260 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജ് തന്നെയാണ്. പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഫ്രിഡ്ജിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാമെന്ന്. അതായത് ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം വളരെയധികം ക്വാളിറ്റിയുള്ള രൂപത്തിലാണ് ഫ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് എന്നെ ഈ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടി വളരെയധികം അട്രാക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വരുമ്പോഴും ഫ്രിഡ്ജിലുള്ള ഓരോ തട്ടുകളും അതുപോലെ തന്നെ ട്രേകളെല്ലാം വളരെയധികം ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിവ്യൂ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫ്രിഡ്ജിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട്. ഒരുപാട് സ്പേഷ്യസ് എല്ലാം അടങ്ങിയ ഫ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ കൂടുതൽ വരുന്ന റിവ്യൂ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും.
ഗൈസ്, നമ്മുടെ LG ഫ്രിഡ്ജിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ കൂടാതെ നമ്മൾ ഈ ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് ഒരു മാസമെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അതായത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂവും കൂടി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.